നമസ്കാരം. 1500 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തെ വിറ്റുതുലച്ച സർക്കാർ, RSS അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞ സർക്കാർ, പിടിച്ചുവെച്ച ഫണ്ടുകൾ വീണ്ടെടുക്കാൻ പരമോന്നത കോടതിയിൽ പോകാൻ നട്ടലുറപ്പില്ലാത്ത സർക്കാർ. അങ്ങനെ പിണറായി സർക്കാരിന് കേരള സമൂഹം ചാർത്തിക്കൊടുക്കുന്ന പട്ടങ്ങൾ നിരവധിയായിരിക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് പിണറായി സർക്കാർ തുറന്നത് കേന്ദ്ര സർക്കാരുമായുള്ള പുതിയ വാതായനം. ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയമെന്ന് പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുമ്പോൾ ഒരക്ഷരം അതേപ്പറ്റി മിണ്ടിയിട്ടില്ല ഇടതു സർക്കാർ. അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തിട്ടും ഒന്നുറക്കെ കരയാൻ പോലും കഴിയാനാകാത്ത അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഒരു നിരാശകന്റെ നല്ല നൊമ്പരമുണ്ട്. ഇതാണോ ഒരു സർക്കാർ, ഇതാണോ ഒരു സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം എന്നൊക്കെ നല്ല പഞ്ചിൽ ചോദിക്കുമ്പോൾ മറു ചോദ്യമുണ്ട്. മുന്നണിയിലെ രണ്ടാമൻ അറിയാതെ ഒരു MOU ഒപ്പിടുമെന്ന് പറയുമ്പോൾ CPI തങ്ങളുടെ പിടിപ്പുകേടിനെ പറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിലേറെ രസകരം മന്ത്രി V ശിവൻകുട്ടിയുടെ ചില കുട്ടി തമാശകളാണ്. MOU ഒപ്പിട്ടത് തന്ത്രപരമായ നീക്കമത്രേ. ഒരു വശത്ത് സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ അടിയറ വഹിക്കുന്ന പിണറായി സർക്കാർ, മറുവശത്ത് ന്യായീകരിച്ച് നാണം കെടുന്ന ഒരു കൂട്ടം നേതാക്കൾ. ചോദ്യം ഇതാണ്: 30 വെള്ളിക്കാശിന് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസായോ പിണറായി വിജയൻ? സ്വാഗതം ഡിബേറ്റ് 360യിലേക്ക്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് KV അഭിലാഷ്, LDF പ്രതിനിധി ശ്രീ സവാത്ത് മടവൂരാൻ, BJP പ്രതിനിധി ജോമോൻ ചക്കാലക്കൽ, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ്. ആദ്യം ശ്രീ അഭിലാഷ്, പൂർണ്ണമായിട്ടും നയവ്യതിയാനം. വർഷങ്ങൾക്ക് മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് ഇട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ മുൻപിലുണ്ട്. എന്തുകൊണ്ട് NEP-യെ എതിർക്കണം എന്ന് തുടങ്ങിയൊരു നീണ്ട പോസ്റ്റുണ്ട്. പക്ഷേ ഇന്നിതാ നേരെ തിരിച്ച് സകല മാനദണ്ഡങ്ങളും സകല നയവ്യതിയാനവും വരുത്തിക്കൊണ്ട് MOU ഒപ്പിട്ടിരിക്കുന്നു PM ശ്രീ പദ്ധതിക്ക് വേണ്ടി. എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ നോക്കിക്കാണുന്നത്? കേവലം ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രം സർക്കാർ ചെയ്തത് എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ PM ശ്രീ എന്ന് പറയുന്നത് കേരളത്തിലെ CPM-ന് ശ്രീ ആയിരിക്കാം. പക്ഷേ മതനിരപേക്ഷത സംസ്ഥാനമായ കേരളത്തിന് ഇതൊരു PM എന്ന് പറഞ്ഞ ശ്രീ പദ്ധതിയല്ല. ഇത് കാവ്യവൽക്കരണത്തിൻ്റെ പദ്ധതിയായിട്ട് മാത്രമേ നമുക്കിതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കേരളത്തിലെ വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരമുണ്ട്. ആ വിദ്യാഭ്യാസ സംസ്കാരത്തെ RSSൻ്റെ തിട്ടൂരത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചത്. വളരെയധികം നിരാശാജനകമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഗവൺമെൻറ് ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കേവലം 1400 കോടി രൂപ, ആ 1400 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം, പൊതുവിദ്യാഭ്യാസ നയത്തെയാണ് BJP-ക്ക് മുന്നിൽ അല്ലെങ്കിൽ RSSന് മുന്നിൽ കൊണ്ടുവന്ന് അടിയറവ് വച്ചിരിക്കുന്നത്. കാവ്യവൽക്കരണത്തെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞു. ഇവിടെ CPI-ക്കൊന്നും ഏതൊരു റോളുമില്ലാത്ത അവസ്ഥയാണ്. നിസ്സഹായനായി മാറി നിൽക്കുകയാണ് CPI. ഇവിടെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഈ വിഷയം ഇടതുമുന്നണിയിൽ ഏതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയിൽ 3 മന്ത്രിമാർ CPI-ക്കുണ്ടെങ്കിലും അവർ നിരാശരായി മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. അവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ശിവൻകുട്ടി മാത്രം വിചാരിച്ചുകൊണ്ട് ഇതിന് ഒരു മാറ്റമുണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അനുകൂലമായി നിന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ സാധിച്ചത്. ഇവിടെ നയവ്യതിയാനമല്ല, കാവിക്കൊടിയും കേരളത്തിലെ ചുവന്ന കൊടിയും കൂടെ ഒരുമിച്ച് കെട്ടുന്ന കാഴ്ച ഇന്ന് കേരളം കാണാൻ പോവുകയാണ്. എല്ലാ രീതിയിലും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി CPIM എല്ലാ രീതിയിലും BJP-ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടതും ഇനി കാണാൻ പോകുന്നതും. എല്ലാ രീതിയിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണയുള്ള നയങ്ങൾ
കാലാകാലങ്ങൾ എല്ലാ നയങ്ങളും ഇന്ന് പറയുന്ന നയം നാളെ മാറ്റി പറയും. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണ്. നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളെല്ലാം ഓരോ ദിവസവും ഓരോ നയങ്ങൾ മാറ്റത്തിനനുസരിച്ച് മാറുന്നു എന്ന് പറയുന്നത് പോലെ ഇന്നിവിടെ ശിവൻകുട്ടി പറയുന്നത് മാറ്റം വേണ്ടതല്ലേ എന്നാണ് ശിവൻകുട്ടി വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ്. എല്ലാ കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ള വാക്കുകളൊക്കെയാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് CPM എന്ന് പറയുന്ന ആ തൊഴിലാളി വർഗ പാർട്ടി ഒരു വർഗീയ പാർട്ടിയുമായി ചേരേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ നയങ്ങളും നടപ്പിലാക്കാനുള്ള പരിമിതി ഗവൺമെൻറ്റിന് ഉണ്ട് എന്നാണ് ശിവൻകുട്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം ആരുടെ നയമാണ് ഇവർ നടപ്പിലാക്കാൻ ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത്? BJPയുടെ നയം നടപ്പിലാക്കാനാണോ ഇവിടെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്? CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുന്നത് BJPയുടെ നയങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണോ എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ആ ഒരു കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ മാറുന്നു എന്നാണ്. എത്ര ലജ്ജാകരമാണ്. നമ്മുടെ ശിവൻകുട്ടിയെ പറ്റി, മന്ത്രിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിരി വരും, ചിലതൊക്കെ തമാശയായിട്ട് തോന്നും. അദ്ദേഹത്തിന് മുൻകാലത്തുള്ള നിയമസഭയിലുള്ള പ്രകടനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ, പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാലും ശരി. അപ്പോൾ ഒരു കുട്ടിയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒന്നിൻ്റെ നിറം മാറുന്നത് പോലെ മാറുകയാണോ എന്നാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ലജ്ജാകരമായ ഒരു പ്രവൃത്തി മാർക്സിസ്റ്റ് പാർട്ടി BJPക്ക് മുന്നിൽ ഈ കേരള സംസ്ഥാനത്തെ കൊണ്ട് അടിയറ വച്ചിരിക്കുകയാണ്, വിറ്റിരിക്കുകയാണ്, പണയപ്പെടുത്തിയിരിക്കുകയാണ്. 1400 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിനെ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനെ നോക്കൂ. ഇവിടെ വെറും 326 സ്കൂളുകൾക്ക് വേണ്ടിയാണ്. 326ഓളം സ്കൂളുകൾ മാത്രമാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. ആ 326 സ്കൂളുകളുടെ സ്ഥിതി എന്തായിട്ട് മാറും? അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുന്നു, അവർ പറയുന്നതനുസരിച്ച് മാറ്റുന്നു. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ. ആ സ്കൂളുകൾക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെ കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ അടിയറ വയ്ക്കുന്നു. ഇത് കാവ്യവൽക്കരണത്തിൻ്റെ, മാർക്സിസ്റ്റ് പാർട്ടി കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുള്ളൂ. ശരി, ഞാനെങ്കിലേക്ക് വരാം. ശ്രീ സവാദ്, ഇവിടെ ഇന്ന് ഏറ്റവും ഒടുവിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഇതാണോ ഒരു സർക്കാർ, ഇതാണോ ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷം പറഞ്ഞത് എന്താണ്? BJP CPM ഡീൽ BJPക്ക് പൂർണ്ണമായിട്ടും വിധേയനായി മാറുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയും, ഇപ്പോഴത്തെ മുന്നണിയും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ഈ 1400ഓളം കോടി രൂപ, ഇന്ന് ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, 1476 കോടി രൂപ ഇനി ഇങ്ങോട്ടേക്ക് കിട്ടും. ഈ പണത്തിന് വേണ്ടി സ്വന്തം അസ്തിത്വത്തെ തന്നെ അടിയറവ് വയ്ക്കാൻ തയ്യാറാകുകയാണോ നിങ്ങൾ? ആദ്യമേ തന്നെ പറയേണ്ടത്, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി, അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനറിയാം, വർഗീയതയോടോ ജാതീയതയോടോ ഒരിക്കലും ചേർന്നു പോകുന്ന ഒരാളല്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPIM ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം അത് രാജ്യത്തടിച്ചേൽപ്പിക്കുമ്പോൾ
കേരളം അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 1500 കോടി രൂപയുടെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് തടഞ്ഞു വച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ മാറ്റത്തിന് ഫണ്ട് അനിവാര്യമായ ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാടുകളോടുകൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള PM ശ്രീയിൽ വ്യക്തമായ തിരുത്തലുകൾ വരുത്തിയതിനു ശേഷമാകാം LDF സർക്കാർ ഒപ്പുവെച്ചിട്ടുള്ളതാണ് എന്നാണ് അനുമാനിക്കേണ്ടത്. അതിൻ്റെ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണല്ലോ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വം ഒരേ സ്വരത്തിൽ തന്നെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ്റെയും മറ്റിടതുപക്ഷ നേതാക്കളുടെയും എല്ലാം അഭിപ്രായം ഒരേ രൂപത്തിലുള്ളതാണ്. ഒരിക്കലുമല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് അല്ലല്ല, ഒരു നിമിഷം, ഞാൻ അങ്ങയുടെ സമയമാണ്, അങ്ങയിലേക്ക് തന്നെ വരാം. ബിനോയ് വിശ്വം എന്ന് പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഒരു ചർച്ചകളും LDF നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ബിനോയ് വിശ്വമാണ്. മന്ത്രിസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അങ്ങ് പറയുന്നത് പോലെ ഏകാഭിപ്രായമല്ല, വിഭിന്നമാണ് രണ്ടുപേരുടെയും പ്രതികരണം. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും SFI ASF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ഇടതുപക്ഷ യുവജന സംഘടനകൾ DYFI AYF തുടങ്ങിയ യുവജന സംഘടനകളുമെല്ലാം സമാനമായി തന്നെയാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. സഖാവ് ബിനോയ് വിശ്വം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ള PM ശ്രീ പദ്ധതി വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അതുതന്നെയാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദനും ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാവ് TP രാമകൃഷ്ണനും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ഈ വിഷയത്തിൽ. ഇനി വരാനിരിക്കുന്ന കാലത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന RSSൻ്റെ വർഗീയ അജണ്ടയെ ഫലപ്രദമായും കൃത്യമായും നേരിടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അവിടെ സംശയമുണ്ട് ശ്രീ സബ. അത് എങ്ങനെ നേരിടും? നിങ്ങൾ അവർക്ക് ഉള്ള വാതായനം തുറന്നു കൊടുക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ MOU ഒപ്പിട്ടതിലൂടെ എന്താണ് നിങ്ങൾക്ക് അവർ ചെയ്തു കൊടുക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം NEP ഇവിടെ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ RSSനെതിരെയും BJPക്കെതിരെയും സംഘപരിവാർ അജണ്ടയ്ക്കെതിരെയും ഇതാ പോരാട്ടം തുടരുന്നു. ആ പറയുന്നതിൽ തന്നെ പൂർണ്ണമായിട്ടും തെറ്റാണ് സർ. അവിടെ എവിടെയാണ് നിങ്ങൾ ഈ പോരാട്ടം തുടരുന്നത്? ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തിട്ടാണോ പോരാട്ടം തുടരുന്നത്? ഇതാരെ പറ്റിക്കാനാണ്? ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം തന്നെ എല്ലാ കാലത്തും ഫാഷിസ്റ്റ് വിരുദ്ധവും വർഗീയ വിരുദ്ധവുമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇടതുപക്ഷമെന്ന സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ട കാലം മുതൽ, രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏകോപനമുണ്ടായ കാലം മുതൽ അതാത് കാലങ്ങളിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൃത്യമായി നിലപാട് പറയുകയും കൃത്യമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും സമരങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളും സർക്കാരിലെ മന്ത്രിമാരും
സമീപകാലത്ത് നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും RSSനെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ, BJPക്ക് ഗുണകരമാകുന്ന തരത്തിൽ UDF മുന്നോട്ട് പോയാലും, UDF അതുമായി ചേർന്ന് പോയാലും ശരി, ഇടതുപക്ഷം ആ വലയിൽ വീഴില്ല, ആ കെണിയിൽ വീഴില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. വീണില്ലേ, NEP എന്ന് പറയുന്ന പദ്ധതി NEP അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഇതാ പൊതുസമൂഹത്തോട് പറയുന്നു. ഇനി എങ്ങനെയാണ് വീഴാനിരിക്കുന്നത്? വീണ് കഴിഞ്ഞു. നിങ്ങൾ മനഃപൂർവ്വം ബോധപൂർവ്വം അതിലേക്ക് പോയിരിക്കുന്നു. താങ്കൾ തന്നെ പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞതുപോലെ ബിനോയ് വിശ്വം പറഞ്ഞു അക്കാര്യത്തിൽ ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. MV ഗോവിന്ദൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നടന്നിട്ടില്ല. DYFIയും AYFും ഈ പറഞ്ഞതുപോലെ SFIയും അടക്കമുള്ളവർ പറഞ്ഞത് അതേ അഭിപ്രായമാണ്. ഇതൊന്നും ചർച്ച ചെയ്യാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പെട്ടെന്ന് ഇങ്ങനൊരു MOU ഒപ്പിടാൻ വേണ്ടി നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തുനിഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ആ തമിഴ്നാട് സർക്കാർ ഈ കേന്ദ്രം ഫണ്ട് പിടിച്ചു വെച്ചതിനെതിരെ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. അതിനുള്ള നട്ടെല്ലുറപ്പ് നമ്മുടെ സർക്കാരിന് ഇല്ലാതെ പോയോ? ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ പാർട്ടികളും ഭരണവും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. പാർട്ടി നയങ്ങൾ മാത്രമല്ല ഭരണത്തിൽ നടപ്പാക്കപ്പെടേണ്ടത്. പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടും പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മുഴുവിപ്പിക്കാനുള്ള സമയം തരണം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായി ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ അറിവിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും പ്രാഥമികമായി ഞാൻ അറിഞ്ഞ കാര്യം, ഒരിക്കലും അത് അപ്പാടെ നടപ്പിലാക്കുന്ന രൂപത്തിലല്ല ഇതിൽ ഒപ്പുവെച്ചത് എന്ന് ശിവൻകുട്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും RSSനോ BJPക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ വിധേയപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇടതുപക്ഷ നേതാക്കൾ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞാൻ അങ്ങയുടെ അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരാം. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങളുടെ അജണ്ട കൃത്യമായി കേരളത്തിലെ സർക്കാരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവർ ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അഭിനന്ദനങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ ലിജിൻ. ഞങ്ങൾക്ക് വാസ്തവത്തിൽ പറയാനുള്ളത്, വൈകി വന്നൊരു വിവേകം അത്ര മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ എറിഞ്ഞു പൊട്ടിച്ച ആളുകൾ, ഒരു കാലഘട്ടത്തിൽ ട്രാക്ടർ വന്നപ്പോൾ അതിനെ തകർത്ത ആളുകൾ, JCB വന്നപ്പോൾ അതിനെ തകർത്ത ആളുകൾ, എന്തൊക്കെ ആധുനിക സംവിധാനങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ടോ അതിനെയൊക്കെ ആദ്യകാലത്ത് എതിർക്കുകയും പിന്നീട് ഇപ്പോൾ 10 ടാപുമായി നടക്കുന്ന CPM നേതാക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈകി വന്ന ഒരു വിവേകം, അതിനെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോഴും 662 കോടി കഴിഞ്ഞ കാലങ്ങളിൽ ഇത് പദ്ധതി ഒപ്പിടാൻ, ഈ MOU ഒപ്പിടാൻ വൈകിയത് കൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് നഷ്ടമായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം കൂടെ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾക്കുണ്ട് എന്നുകൂടെ പറയാൻ ആദ്യമേ ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ വളരെ വാചാലനാവുന്നു കണ്ടു. താങ്കൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അല്പകാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാവും. കർണാടകയും ഹിമാചൽ പ്രദേശും ജാർഖണ്ഡും അല്ലെങ്കിൽ തെലങ്കാനയും ഒക്കെ നിങ്ങളുടെ മന്ത്രിസഭയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഈ പദ്ധതി വരുന്ന പിറ്റേ ദിവസം ഒപ്പിട്ട ആളുകളാണ്. അവരൊക്കെ ഇതിന്റെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് ബഹുമാനായ അഡ്വക്കേറ്റ് KV അഭിലാഷിനോട് ഈ ഉദാഹരണത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, എന്ത് നല്ലൊരു പദ്ധതിയാണിത്. ഒറ്റ നിമിഷം അങ്ങ് ഈ പറഞ്ഞതുപോലെ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളുമാണ് ശ്രീ ജോമോൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. 2022 സെപ്റ്റംബർ 7-നാണ് ഈ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നത്. ഈ 3 സ്ഥലത്തും കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിൽ വരുന്നത് 2023 ഡിസംബറിലാണ്. ഈ പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം അങ്ങേക്കറിയാം. സ്വാഭാവികമായും ഒരു സർക്കാർ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അടുത്ത് മാറി വരുന്ന സർക്കാരിന് അത് അവർക്ക് തരാതരം പോലെ മാറ്റുന്നതല്ല. അതുകൊണ്ട് കോൺഗ്രസ് സർക്കാരുകൾ ഇരുന്നപ്പോൾ ഇതാ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ഈ PM ശ്രീ അംഗീകരിച്ചു എന്ന് പറയുന്ന CPMന്റെയും BJPയുടെയും ഈ കള്ളപ്രചരണങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ദയവുചെയ്ത് അങ്ങ് വസ്തുത മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. തുടരാമെങ്കിൽ ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒരു നിമിഷം, ഇവിടെ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞു. അത് ഞാൻ കൃത്യമായിട്ട് വിവരങ്ങൾ തരാം. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? ഈ പദ്ധതി അനുകൂലിക്കുന്നു എന്നല്ലേ പറഞ്ഞേ?
കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് നഷ്ടപ്പെടുത്തണ്ട എന്നല്ലേ പറഞ്ഞേ? അപ്പോ ഒരു എടുക്കുന്ന നിലപാടുകളോട് ഒരു വാസ്തവത്തിൽ ഒരു യോജിപ്പുമില്ലാത്ത പ്രവർത്തികളാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ഇന്നിപ്പോ ഈ 1500 കോടി അടിച്ചു മാറ്റാനാണോ എന്നറിയില്ലെങ്കിലും ഈ പദ്ധതി കേരളത്തിൽ വരുന്നതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിനന്ദനം ഞങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല അർത്ഥത്തിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. കാരണം ഒട്ടനവധി കുട്ടികൾക്ക് കേരളത്തിൽ നോക്ക്, ഇന്ത്യയിൽ തന്നെ 14,500ഓളം സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിൽ, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ അതിൽ ഉയർത്താൻ കഴിയുന്ന, നമ്മുടെ നാട്ടിലെ ഓരോ ബ്ലോക്കിലെയും 2 വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ കഴിയുന്ന, ഓരോ വിദ്യാലയത്തിനും 1 കോടി രൂപ വരെ ഒരു വർഷത്തിൽ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള മഹത്തായ ഒരു പദ്ധതി, ഈ പദ്ധതിയെ വേണ്ട എന്ന് വെക്കുന്നത് പ്രധാനമന്ത്രിയുടെ, അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ പേരിലുള്ള ഒരു പദ്ധതിയല്ല. പ്രധാനമന്ത്രിയുടെ PM ശ്രീ എന്നാണ് പദ്ധതിയുടെ പേര്. നാളുകളിൽ ആര് പ്രധാനമന്ത്രി ആയാലും, ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അനേക പദ്ധതികളുടെ പേര് നെഹ്റുവിന്റെയും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പേരിലുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ പേര് നാളുകളിൽ PM ശ്രീ എന്നാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞാലും ഈ പദ്ധതിയുടെ പേര് PM ശ്രീ ആയിരിക്കും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നടത്തിയ അനേക പദ്ധതികളുടെ പേര് ഇന്നും ആ പദ്ധതിയുടെ പേര് തന്നെയായിരിക്കും. രാജീവ് ഗാന്ധിയുടെ പേരിലും ഇന്ദിരാഗാന്ധിയുടെ പേരിലും ഒക്കെ തുടരുമ്പോൾ ഇത് PM ശ്രീ എന്ന പേരിലാണ്. വെറും ഒരു പേരിന്റെ പേര് പറഞ്ഞ് ആവശ്യമില്ലാതെ വോട്ട്, എവിടത്തെ ചില വർഗീയ സംഘടനകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ആ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും പ്രതിനിധികൾ ചാനലിൽ വന്നിരുന്ന് സംഘവൽക്കരണം, കായ്വൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കാതെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയതിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പിന്നെ CPIയുടെ കാര്യമൊക്കെ വാസ്തവത്തിൽ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. സ്വന്തം മുന്നണി നടത്തുന്ന മുന്നണിയുടെ തലതൊട്ടപ്പനായ സെക്രട്ടറി പറയുകയാണ് എന്ത് CPI എന്ന്. ഒരു CPIയിലെ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് പറയുന്ന മന്ത്രി പറയുകയാണ് ഒപ്പിട്ടോ എന്ന് പരിശോധിക്കണം. വാസ്തവം ഞങ്ങൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഒന്ന് സംസാരിക്കട്ടെ. എന്തൊരു നാണക്കേടാണ് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇന്ന് അവരെ വാർത്താ സമ്മേളനമൊക്കെ കണ്ട അരിയാകാരം കഴിക്കുന്ന ആളുകൾ എന്തൊക്കെയാ ചിന്തിച്ചു പോകുക. ഒരു ഭാഗത്ത് MV ഗോവിന്ദൻ പറയുന്നു ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ മുഴുവൻ നടപ്പിലാക്കുന്ന ഒരു മന്ത്രിസഭയല്ല ഇതെന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു ഞങ്ങള് ഈ കായ്വൽക്കരണം എന്ന് നടപ്പാക്കാനല്ല, ഞങ്ങൾ ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പൈസ മാത്രം കിട്ടാനാണ്. ഈ ഒരു സംഭവത്തെ എന്തുകൊണ്ട് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല? ഇതൊരു നല്ല പദ്ധതിയല്ലേ? ആവശ്യമില്ലാതെ എത്രയെത്ര കാര്യങ്ങളാണ് ഈ പദ്ധതിയിൽ നടക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സമയമുണ്ടെങ്കിൽ ഓരോന്നും എനിക്ക് വ്യക്തമായിട്ട് വായിക്കണമെന്നുണ്ട്. കാരണം എത്രയോ കാര്യങ്ങൾ ചെയ്യുന്ന, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊന്നും നല്ല നിലവാരത്തിലുള്ള സ്കൂളുകളല്ല. നമുക്ക് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ എടുത്തു നോക്കൂ, കുട്ടികൾ പാമ്പ് കടിച്ച് മരിക്കുന്നു. തൊട്ടടുത്ത് നമുക്കറിയാം ആലപ്പുഴയിൽ ഒരു കെട്ടിടം ഇടിഞ്ഞുകൊണ്ടൊരു കുട്ടി മരിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ സ്കൂളുകളെ മുഴുവൻ എടുത്ത എല്ലാ സ്കൂളുകളുടെയും അവസ്ഥ പരിതാപകരമാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ 1 കോടി രൂപ ഒരു സ്കൂളിന് ഒരു വർഷം വെച്ച് കിട്ടുമ്പോൾ ആ ഫണ്ടിനെ വേണ്ട എന്ന് വെക്കാൻ എങ്ങനെ കഴിയും? ഇത്രയും നല്ലൊരു പദ്ധതി എന്തിനു വേണ്ടെന്ന് വെക്കണം? ഇവിടെ എത്രയോ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയില്ലേ? ഇവിടെ SSA കുറിച്ചൊക്കെ നമ്മൾ വാചാലനാവുന്നുണ്ടല്ലോ. അത്രയും കാര്യങ്ങളിലൊക്കെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൂടെ? അപ്പൊ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരം വരുന്നത് ഇപ്പൊ ആവശ്യമില്ലാത്ത സംഖ്യവൽക്കരണമോ കാവ്യവൽക്കരണമോ പറഞ്ഞ് ഇവിടുത്തെ കുട്ടികൾ ഉന്നത നിലവാരത്തിലേക്ക് പോകണ്ട എന്നാണോ പറയുന്നത്? അല്ലല്ല അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്കൂളുകൾ കൂടുതൽ നവീകരിക്കണമോ എന്ന കാര്യത്തിലൊന്നും നവീകരിക്കണ്ടേ എന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. അതൊക്കെ നവീകരണമാണ്. പക്ഷേ ഇവിടുത്തെ എതിർപ്പ് എവിടെയാണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തോടാണ് എതിർപ്പ്. അമിതമായിട്ടുള്ള കാവ്യവൽക്കരണം, താങ്കൾ തന്നെ ആവർത്തിച്ച് പറയുന്നത് പോലെ RSSന്റെ സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കാൻ ഇവിടെ കഴിയില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ളവരുടെ നീക്കം. പക്ഷെ അവിടെ CPM-ഉം CPI-യും ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. അതായത് ഇത്തരത്തിലുള്ള RSS സങ്കല്പത്തിലുള്ള ദേശീയത അടുപ്പിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ CPM-നാണ്, ഇടതുപക്ഷമൊന്നും ഞാൻ പറയുന്നില്ല, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-നാണ് ഇപ്പോൾ നിങ്ങളോട് വല്ലാത്ത സ്നേഹവും പ്രണയവും ഉണ്ടായി. നിങ്ങൾ പറഞ്ഞ ഒരക്ഷരം ഉരുവിടാതെ, തിരിച്ചൊന്നും പറയാതെ BJP പറഞ്ഞ അതേ വാക്കിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഡീൽ അജണ്ട എന്ന കാര്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ജോമൻ, ലിജിനെ, വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു CPM മാത്രമാണ് ഈ വിഷയം പഠിച്ചിരിക്കുന്നത്, ഇതിന്റെ ബെനിഫിറ്റുകൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരൊന്നും പഠിച്ചു കാണത്തില്ല. CPI ഇത് പഠിക്കാതെയായിരിക്കും പ്രതികരിക്കുന്നത്. അതല്ല അവരുടെ ആഭ്യന്തര വിഷയം, ഞങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നല്ല ധാരണയുണ്ടല്ലേ? ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇന്നലെ മുതൽ പറഞ്ഞു കേൾക്കുന്നത്. എന്ത് തെറ്റായ ഒരു കാര്യമാണെന്ന് അറിയുമോ? അതിന് കൃത്യമായിട്ട് ഇതിന്റെ MOU-ൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, ഏതെങ്കിലും 2 ഭാഷകൾ, നമ്മുടെ മാതൃഭാഷ വെച്ച് ഏതെങ്കിലും 2 ഭാഷകൾ നിർബന്ധമായി പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതിന് ഹിന്ദി എന്നൊരു വാക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കന്നഡ പഠിപ്പിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ തെലുങ്ക് പഠിപ്പിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാബ് പഠിപ്പിച്ചോ,
പഠിപ്പിച്ചോ? എന്തിനാണ് ആവശ്യമുള്ള ഹിന്ദിയിലേക്ക് കൊണ്ടുവരുന്നത്? ഇത് തമിഴ്നാടിന്റെ ഒക്കെ ഒരു പ്രത്യേക സ്വഭാവം. ഹിന്ദി എന്ന് കേൾക്കുമ്പോൾ അലർജി. എന്നിട്ട് ഡൽഹിയിൽ പോയിട്ട് ആപ്കാ മാലൂമേ, കുച്ച് മാലൂമേ, കിച്ചു മാലൂമേ എന്ന് പറഞ്ഞ് മലയാളികൾ നാണം കെടുത്തൊരു അവസ്ഥ. ഇന്നിവിടെ ജീവിക്കണമെങ്കിൽ തന്നെ ഹിന്ദിക്കാരില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഒരു കടയിൽ പോയൊരു വെള്ളം കിട്ടണമെങ്കിൽ കയ്യിൽ ആക്ഷൻ കാണിക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളി മാറിയിരിക്കുന്നു. എന്നിട്ട് ഹിന്ദിയോടുള്ള എതിർപ്പ്, ഇത്തരത്തിലുള്ള നാണം കെട്ട വർത്തമാനങ്ങൾ ദയവ് ചെയ്ത് ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ കുറച്ച് മത തീവ്രവാദികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകരുത്. നിങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കൂ. ഇപ്പോഴും LDFന്റെ പ്രതിനിധിയോടും CPIയോടും ബിനോയ് വിശ്വത്തോടൊക്കെ വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, ഈ പദ്ധതി MOU എടുത്തൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും ഉണ്ടാകട്ടെ എന്ന് പറയാനുള്ളത്. പ്രൊഫസർ AG ജോർജ്, അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ഫണ്ട് തടഞ്ഞു വെക്കുന്നു കേന്ദ്രം, അതിനുശേഷം നിങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ MOU ഒപ്പിട്ടാൽ മാത്രമേ ഫണ്ട് തരൂ എന്നുള്ളൊരു നിലപാടെടുക്കുന്നു കേന്ദ്ര സർക്കാർ. മറ്റൊന്ന്, ഫണ്ടിന് വേണ്ടി സ്വന്തം കുട്ടികളെ മുൻനിർത്തി, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളെ മുൻനിർത്തി RSS അജണ്ട അടിച്ചേൽപ്പിക്കുന്ന നീക്കത്തിന് പൂർണ്ണമായിട്ടും വഴങ്ങിക്കൊടുക്കുന്ന കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ, രണ്ട് സർക്കാരുകളുടെയും ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രൊഫസർ AG ജോർജ്. ലിജിനെ, ഈ വിഷയത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, ഒരു രാഷ്ട്രീയ വശമുണ്ട്. രണ്ട്, ഒരു അക്കാദമിക വശമുണ്ട്. രാഷ്ട്രീയ വശം ചർച്ച ചെയ്യാനായി രാഷ്ട്രീയ പ്രതിനിധികളിലൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായി ഒരു പക്ഷേ രാഷ്ട്രീയം കൂടി ഇതിനകത്ത് സ്പർശിക്കേണ്ടി വന്നേക്കാം. ഞാനിതിന്റെ പ്രധാനമായ അക്കാദമിക വശം ലിജിൻ ചോദിച്ച ചോദ്യത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുന്നത്, ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുവരെ നടന്ന ഒരു സംഭാഷണത്തിലും പുറത്തു വന്നിട്ടില്ല. ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അതിഭീകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിൽ 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഞാനൊരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മളൊന്ന് കാണണം. ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുമായിട്ടാണ് BJP സർക്കാർ രംഗത്ത് വന്നത്. നമുക്കറിയാം, കുറെ നാളുകളായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 10 വർഷങ്ങൾക്കധികമായി നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരുകൾ പോലും ഹൈന്ദവ പേരുകളിലേക്ക് മാറ്റുന്ന സങ്കുചിതമായിട്ടുള്ള വർഗീയവൽക്കരണം നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ ഉള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, റോഡുകൾ, ഇവയുടെയൊക്കെ പേര് മുസ്ലിം പേരുകളാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്ന ഈ സ്ഥാപനങ്ങളെയും ഈ പറയുന്ന റോഡുകളെയും ഒക്കെ ഒരു രാത്രി കൊണ്ട് ഹൈന്ദവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ എത്ര ഹീനമായിട്ടുള്ള ഒരു വർഗീയവൽക്കരണമാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ലിജിനെ, ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇവിടെ പറഞ്ഞല്ലോ, ഉള്ളടക്കത്തിൽ യാതൊരു മാറ്റവും ഒന്നുമില്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പദ്ധതിയാണ്. ആകെക്കൂടെ സമൂഹത്തെ മുഴുവൻ നവീകരിക്കുന്ന പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന പദ്ധതിയാണെന്നൊക്കെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ടു. അവിടെ പറഞ്ഞിരിക്കുന്ന വളരെ വികൃതമായിട്ടുള്ള ചില സത്യങ്ങൾ കാണാതെ പോകരുത്. നമ്മളെല്ലാവരും അഭിമാനത്തോടെ വികാരത്തോടുകൂടെ പറയുന്നതായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ മരണത്തെ സംബന്ധിച്ച് അതുപോലും പുസ്തകത്തിൽ തമസ്കരിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കാണാതെ പോകരുത്. ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ക്രമങ്ങളിലൊക്കെ മഹാത്മാഗാന്ധി ദിവംഗതനായി, മഹാത്മാഗാന്ധി നിര്യാതനായി, അതായത് കടുത്ത ഹിന്ദുത്വവാദികൾ വെടിവെച്ചു കൊന്ന ഈ രാഷ്ട്രപിതാവിന്റെ വെടിവെച്ചു കൊല്ലപ്പെട്ട മരണത്തെ സംബന്ധിച്ച് ദിവംഗതനായി എന്ന് പോലും പരാമർശിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ഭരണക്രമമാണ് ഈ ദേശീയ തലത്തിൽ നിന്ന് നിൽക്കുന്നത് എന്ന് കാണാതെ പോകരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ 1000 വർഷത്തോളം പഴക്കമുള്ള മുഗൾ സംസ്കാരം, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. 1000-ലേറെ വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ മുഗൾ സംസ്കാരം അത് മുഴുവൻ തുടച്ചു മാറ്റിയിരിക്കുകയാണ്. അതൊന്നും പഠിക്കണ്ട. ഇസ്ലാമിക ചരിത്രമേ പഠിക്കാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ചരിത്രത്തിന്റെ അംശങ്ങൾ പഠിക്കാതെ എങ്ങനെ സമഗ്രമായിട്ട് ഒരു ചരിത്രം പഠിക്കാനായി സാധിക്കും? അതിനോട് വിയോജിപ്പ് കാട്ടുന്നതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ പൂർണ്ണമായി അത് എടുത്തു മാറ്റുന്ന രീതിയിലേക്ക് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഉള്ളടക്കത്തെ മാറ്റിമറിക്കാൻ യാതൊരു സങ്കോചവുമില്ലാതെ ഈ
മോഡി സർക്കാർ കഴിഞ്ഞ 10 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയട്ടെ, ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പോലും നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് അത് മാറ്റാൻ ശ്രമിക്കുകയാണ്. പരിണാമ സിദ്ധാന്തം പോലും മാറ്റുവാൻ ലോകം മുഴുവൻ അംഗീകരിച്ച ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പോലും നമുക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്ന താങ്കൾ ഇത് വായിക്കാതെ ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ പഠിക്കണം. പരിണാമ സിദ്ധാന്തം ഏത് പരിണാമ സിദ്ധാന്തത്തെ ഏത് ലോകം അംഗീകരിച്ചത്? താങ്കൾ പരിണാമ സിദ്ധാന്തം അംഗീകരിച്ചിട്ടില്ലേ? താങ്കൾ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടോ? ഏത് ലോകം അംഗീകരിച്ചു? ലോകം മുഴുവൻ ജോമോൻ ഒരു നിമിഷം, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലെങ്കിൽ തിയറി ഓഫ് എവല്യൂഷൻ ഇല്ലല്ല അല്ലല്ല താങ്കൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലല്ല ജോമോൻ ഒരു നിമിഷം, അല്ലല്ല ഒറ്റ നിമിഷം, അല്ലല്ല ജോമോന്റെ സമയത്തിൽ പറയാം. ജോമോൻ ഒരു നിമിഷം. ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തത്തെ മതപരമായി വിയോജിക്കുന്നവരുണ്ട്. താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിനയിച്ചാ പോരാ, പുസ്തകം വായിക്കണം, നന്നായി പഠിക്കാൻ ശ്രമിക്കണം. ഞാനൊരു കാര്യം ഇത്രയും ആളുകൾ ഇല്ല ജോമോൻ ഒറ്റ നിമിഷം, അല്ലല്ല ജോമോൻ ഒരു നിമിഷം, ജോമോന്റെ സമയം തരാം, ഒറ്റ നിമിഷം. പൂർത്തിയാക്കൂ. ഇയാളെ കൂടെ ചർച്ചയിൽ എന്നെ വിളിക്കരുത്. ഇല്ലില്ല അന്തസ് പാലിക്കാൻ അറിയാൻ വയ്യാതെ ഇവിടെ വന്ന് ഗുളികയും വിഴുങ്ങിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഛർദ്ദിക്കാൻ വന്നിരിക്കുക. ഞാൻ വിടുന്നു. ആയിരിക്കട്ടെ ലിജിൻ, എനിക്ക് സമയം തരണം. അതായത് ആ തരത്തിൽ ഞാൻ 2-3 ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. ഇവിടെ ഈ മോഡി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, അനുരാഗ് ഠാക്കൂർ. അദ്ദേഹം ചെന്ന് ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ആരാണ് ആദ്യത്തെ ഈ ശൂന്യാകാശ സഞ്ചാരി എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നെയിൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയാണ്, നെയിൽ ആംസ്ട്രോങ് ആണോ? അല്പം കൂടെ ആലോചിച്ചതിന് ശേഷം, അല്ലല്ല നെയിൽ ആംസ്ട്രോങ് അല്ല, മന്ത്രി പറയുകയാണ്, ഇത് നമ്മുടെ ഹനുമാനാണ് ആദ്യത്തെ ഈ പറയുന്ന ശൂന്യാകാശ സഞ്ചാരി എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ BJP നേതാവിന് അറിഞ്ഞുകൂടാങ്കിൽ പോയി ഒന്ന് വായിച്ചു പഠിക്കണം. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം, അങ്ങയുടെ മുമ്പിൽ മാപ്പ് പറയാം. അപ്പൊ ഇതുപോലെയുള്ള വളച്ചൊടിക്കൽ കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എല്ലാ തരത്തിലും വർഗീയവൽക്കരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ അക്കാദമികമായ വശം. ഞാൻ രണ്ടാമത് വരുന്നത് ലിജിനെ, ഇത് 2022-23 തുടങ്ങിയ ഒരു പദ്ധതിയാണ്. 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, ഇത് 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. 2022 മുതൽ 2027 അവസാനിക്കുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിക്കണം. 3.5 വർഷം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ഇനിയും കഷ്ടിച്ച് 1.5 വർഷം കൂടെ മാത്രമേ ഉള്ളൂ. 2026-27 ഇപ്പോൾ ഈ പദ്ധതി ന്യായമായി അവസാനിക്കേണ്ടതാണ്. അപ്പോൾ 3.5 വർഷം കേരളത്തിലെ സർക്കാർ ഇതിന്റെ പുറത്ത് അടയിരുന്നതിന് ശേഷം ഇനിയും കഷ്ടിച്ച് 6 മാസം മാത്രം ഭരിക്കാൻ കാലാവധിയുള്ള ഒരു സർക്കാർ ഇതുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ? എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടുമെങ്കിൽ അത് അടിച്ചു വാങ്ങിക്കണം. ഇത്രയും ഹീനമായിട്ടുള്ള, നീചമായിട്ടുള്ള ഇവർക്ക് എന്നാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് ഇത്ര വലിയ ബഹുമാനം ഉണ്ടായത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി എന്ന് ഉള്ള ഉടമ്പടിയിൽ ഒപ്പിട്ട് വന്നിട്ടാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലൊക്കെ ഇവിടെ നടപ്പാക്കുന്നു. അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്യങ്ങൾ എന്താണ്? അത് കേരളത്തിൽ ആ പാഠ്യക്രമം ഒന്നും നടക്കത്തില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു പാഠ്യക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെഴുത്ത് കളഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വേറെ കൊച്ചു പുസ്തകമായിട്ട് വേറെ അച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സൗകര്യമുള്ളതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1486 കോടി രൂപ ഇപ്പൊ കിട്ടും. അത് വാങ്ങിക്കാനുള്ള വ്യഗ്രതയിലാണ്. ഒരു രാഷ്ട്രീയ മര്യാദയില്ലാതെ, ഒരു മുന്നണി സംസ്കാരമില്ലാതെ, അത്യന്തം ഹീനമായി തലയിൽ മുണ്ടിട്ടുകൊണ്ട് 2 ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ അയച്ചിട്ട് ആരും അറിയാതെ, ഘടകകക്ഷികൾ പോലും അറിയാതെ ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടതെന്നുള്ള ഓർക്കണം. ആ ഉടമ്പടിയിലെ 1-ാമത്തെ വാക്യം, ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഷോക്കേസ് ചെയ്യുന്നതാണ്.
എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഈ പോളിസിയെ എടുത്തു കാണിക്കുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒരു വരി പോലും മാറ്റാൻ കേരള സർക്കാരിന് സാധ്യമല്ല. കാരണം ഇതൊരു ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് ഹിമാചൽ പ്രദേശ് ആണെങ്കിലും തെലങ്കാന ആണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഓരോരോ സംസ്ഥാനങ്ങളുടെ സൗകര്യപൂർവ്വം ഇത് മാറ്റിമറിക്കാമെന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്പം മുമ്പ് പത്രസമ്മേളനം നടത്തിയത്. ഇതിനെ ഞാൻ അവസാനിപ്പിക്കാം 1-ാം ഭാഗം. അതുകൊണ്ട് ഇത് യാതൊരു തരത്തിലും വേണ്ട രീതിയിൽ പഠിക്കാതെ, കൂടെയുള്ള കക്ഷികളെ പോലും ബോധ്യപ്പെടുത്താതെ, അവരെ വിശ്വാസത്തിലെടുക്കാതെ, തങ്ങളുടേതായിട്ടുള്ള പോഷക സംഘടനകളെ പോലും വിശ്വാസത്തിലെടുക്കാതെ തലയിൽ മുണ്ടിട്ടുപോയി 2 വനിതാ ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ പറഞ്ഞയച്ച് ഈ MOU A to Z ഒപ്പിട്ട് വന്നതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ സൗകര്യം പോലൊക്കെ നടത്തുമെന്ന്. നമുക്ക് കാണാം 1478 രൂപ എത്ര കോടി രൂപ എത്ര വരുമെന്ന് നമുക്ക് കാണാം. നമ്മൾ കണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ് അത്ര വിഡ്ഢികളൊന്നുമല്ല. അവർ നന്നായി ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയല്ലാതെ 5 പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരു കാര്യം കൂടെ പറയണം, 336 സ്കൂളുകൾ ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കണം. ഈ 336 സ്കൂളുകൾക്കാണ് 1 കോടി രൂപയോളം സഹായം ലഭിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ ലിജിനെ, ഇനിയുമുള്ള 6 മാസം കൊണ്ട് ഈ 336 സ്കൂളുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമാണോ? പ്രായോഗികമായ കാര്യമാണോ? വളരെ വ്യക്തമായ നിബന്ധനകളുണ്ട് എങ്ങനെയുള്ള സ്കൂളുകൾ തെരഞ്ഞെടുക്കണമെന്ന്. ആ മാനദണ്ഡം പാലിച്ചുകൊണ്ട് 336 സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഈ പറയുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഈ 4-5 മാസം കൊണ്ട് ഈ 1476 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാം. ഉടനെ കേന്ദ്രം ഇഞ്ഞു തരുമെന്നൊക്കെ പറയുന്നത് ഏത് ലോകത്തിലാണ് ലിജിനെ ഈ മന്ത്രി ജീവിക്കുന്നത്? വളരെ വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളുമായി, നട്ടാൽ കുറിക്കാത്ത നുണയുമായിട്ടാണ് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഈ പദ്ധതിയുമായി വന്നിരിക്കുന്നത്. യാതൊരു ആത്മാർത്ഥതയുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ പട്ടി പറ്റു കിടക്കുന്ന ഖജനാവിൽ എങ്ങനെയെങ്കിലും 10 പൈസ എവിടുന്നെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വാങ്ങിച്ചെടുത്തിട്ട് ഇനിയും കുറെ മേളയും സംഗമവും നടത്താൻ കഴിയുമോ എന്ന് നോക്കുന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് ഈ ഗവൺമെന്റ് ഇപ്പൊ നടത്തുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും CPIക്ക് അല്പമെങ്കിലും നട്ടലുണ്ടെങ്കിൽ പറയണം. അവരുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, ഈ ഉടമ്പടി റദ്ദാക്കണമെന്ന് അദ്ദേഹം പച്ചയായ ഭാഷയിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പോലും പറയാനുള്ള ആർജവം കാട്ടിയിട്ടില്ല. നോക്കട്ടെ, 27-ാം തീയതി ഞങ്ങൾ പിന്നെയും കൂടുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് അഭിലാഷ്, ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫണ്ട് നേടിയെടുക്കുക എന്ന് ഇവർ പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ MP അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്നത് CPM BJPയുടെ ഡീലിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീയിലേക്ക് ഇതാ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. പല കാര്യങ്ങളുമുണ്ട്, പല കേസുകളുമുണ്ട്, പല സംഭവങ്ങളുമുണ്ട്. ഇതൊക്കെ ഒതുക്കി തീർക്കാനുള്ള ചില നീക്കം, അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ മുഖവിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം മാനിക്കുകയോ ചെയ്യുകയല്ല. നേരെ മറിച്ച് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ, അദ്ദേഹം നേതൃത്വം നൽകുന്ന CPMന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ തന്നെ സങ്കുചിതമായ ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തെ മുഴുവൻ ബലി കൊടുക്കുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സങ്കുചിതമായ താല്പര്യമല്ല, കേരളത്തിനെ കാവ്യവൽക്കരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിനെ BJPയുടെ കാൽക്കൽ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സവാദും പറഞ്ഞത്, BJPയുടെ ജോമോനും പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? ഫണ്ട് വാങ്ങിയെടുക്കണം എന്നാണ് പറഞ്ഞത്. ഫണ്ട് വാങ്ങിയെടുക്കാൻ നിങ്ങൾ തമിഴ്നാടിനോട് പോയി ശ്രീ സ്റ്റാലിനോട് നിങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. ഇവിടുത്തെ മുഖ്യമന്ത്രി പരിപാടികൾക്ക് വിളിക്കാറുണ്ട്, അതുപോലെ സ്റ്റാലിനുമായി സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഈ നയം അവിടെ നടപ്പിലാക്കിയത് എന്ന് തൊട്ടടുത്ത മുഖ്യമന്ത്രിയോട് നിങ്ങളൊന്ന് ചോദിക്കണം. അവിടെ എങ്ങനെ തമിഴ്നാട്ടിൽ സംസ്ഥാന വിദ്യാഭ്യാസ നയം അവർ പ്രത്യേകം നടപ്പിലാക്കി. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ ഏകദേശം കുറച്ച് ഫണ്ട് അവർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ ഇവർ തയ്യാറായില്ല?
2-3 വർഷം 2022 തുടങ്ങിയ പദ്ധതിയല്ലേ? ഈ 3 വർഷം ഇവർ എവിടെ പോയിരുന്നു? അപ്പോൾ ശിവൻകുട്ടിയും പിണറായി വിജയനും ഒരിക്കൽ തീരുമാനിച്ചു ഞങ്ങൾക്ക് വേണ്ട, PM ശ്രീ പദ്ധതി നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം ഓന്തിൻ്റെ നയം നിറം മാറുന്നത് പോലെ ഒറ്റയടിക്കങ്ങ് മാറി. ഇവിടെ സവാദ് നേരത്തെ ചോദിക്കുകയുണ്ടായി, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് ചർച്ച ചെയ്ത് തീരുന്നത്? നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടല്ലേ? ഏത് വിഷയമെടുത്താലും നിങ്ങളുടെ വാക്കൊന്ന് പ്രവൃത്തിയൊന്ന്. പ്രസംഗിക്കുന്നതിന് ഒരു കുറവുമില്ല, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി തിരിച്ചാണ്. ഇന്നും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞ എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താ? ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, പക്ഷേ ഇതെല്ലാം ഒന്നും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല, എല്ലാ നയങ്ങളും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നല്ലേ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? ഇവിടെ ശിവൻകുട്ടി മിനിസ്റ്റർ എന്താ പറഞ്ഞത്? ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് വിശദീകരിക്കേണ്ട എന്തുകൊണ്ട് ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ ഒപ്പിട്ടു, അല്ലെങ്കിൽ പിന്നെ പറയൂ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ഗവൺമെൻറ് പറയൂ. രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് വന്നതാണ്, ഞങ്ങൾ അറിഞ്ഞില്ല. ഇവിടെ ബിനോയ് വിശ്വം നിസ്സഹായനായി മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രതികരിച്ചു, ശ്രീ രാജയും പ്രതികരിച്ചു. ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ ഇതിനെ ചർച്ച ചെയ്യും, LDFൽ ചർച്ച ചെയ്യും. പക്ഷേ ഒരു കാര്യവുമില്ല. ഇത് ഒരു വിഷയവുമില്ല. LDFലൊന്നും ഇത് ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അവിടെയാണ് ഈ പ്രധാന ചോദ്യം. എന്തിനാണ് ഇങ്ങനെ ഈ ആട്ടും അപമാനവും ഒക്കെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്ന ചോദ്യം അവിടെയാണ്. അല്ല, അത് CPI അല്ലേ? CPI അധികാരത്തിന് വേണ്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കാരണം CPIക്ക് ഇതുപോലെ തന്നെ തൃശ്ശൂർ സീറ്റ് BJP മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത് തൃശ്ശൂർ സീറ്റ് BJPയെ വിജയിപ്പിച്ചത്. അതിന് ആ പൂരം കലക്കുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ വെച്ച് പഠനം നടത്തി ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നല്ലോ. അത് LDF ചർച്ച ചെയ്തോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിലൊരു മന്ത്രിയുടെ, റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ടെലഫോൺ ഒരു ADGP എടുത്തിട്ടില്ല. രാത്രി വിളിച്ചിട്ട് അവിടെ പൂരത്തിൻ്റെ വിഷയമുണ്ടായപ്പോൾ 3 വട്ടമോ 4 വട്ടമോ വിളിച്ചിട്ട് ADGP എടുത്തിട്ടില്ല. ADGP ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്? എന്തുമാത്രം താഴെയാണ് മന്ത്രിയിൽ നിന്നും? MLAക്കാൾ താഴെയാണ് പ്രോട്ടോകോൾ ചീഫ് സെക്രട്ടറി, അതിലും താഴെയാണ് ADGP, അതിന് മുകളിലാണ് മന്ത്രി. ആ ഫോൺ കോൾ പോലും മന്ത്രിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ റിപ്പോർട്ടിൽ വന്ന് എന്തെങ്കിലും ചർച്ച ചെയ്തു? അപ്പോൾ ഇത് കേരളത്തിൽ ഇങ്ങനെ CPI സംസാരിച്ചു കൊണ്ടിരിക്കും, മാർക്സിസ്റ്റ് പാർട്ടി സംസാരിച്ചു കൊണ്ടിരിക്കും, CPIയുടെ AIOFും AISFും ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് AISFിൻ്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നാണ്. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും മാർക്സിസ്റ്റ് പാർട്ടി BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കാവ്യവൽക്കരണത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിൽ എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏത് നയങ്ങളെടുത്ത് സൂചിപ്പിച്ചാലും ശരി, അത് കാലാകാലങ്ങൾ മാറുകയാണ്. ഇവിടെ കേരളത്തിലെ തന്നെ വിദ്യാഭ്യാസത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് UDFിൻ്റെ കാലത്ത് അന്ന് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ ഏജൻസിയെ കൊണ്ടുവന്നപ്പോൾ പ്രതിഷേധിച്ചവരാണ്. ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചത്. അന്ന് സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടാക്കി 5 രക്തസാക്ഷികളെ സൃഷ്ടിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ന് സ്വകാര്യ മേഖലയിൽ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബില്ല് അവതരിപ്പിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് മിണ്ടാട്ടമില്ല, അതും ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഓരോ കാലഘട്ടം. പക്ഷേ ഇത് അതുപോലത്തെ ഒരു നയ വ്യത്യാസമല്ല. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക്, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കുകയാണ്. നേരത്തെ ജോർജ് സാറ് സൂചിപ്പിച്ചത് യാഥാർത്ഥ്യങ്ങളാണ്. മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടതല്ല, കൊല്ലപ്പെട്ടതല്ല, ഹിന്ദു തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടതല്ല എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. മുഗൾ രാജവംശത്തെക്കുറിച്ച് ഉള്ള അധ്യായങ്ങൾ നമ്മളിൽ നിന്ന് മാറപ്പെടുകയാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ വളച്ചൊടിക്കുവാൻ ഇവർ ശ്രമിക്കുകയാണ്. അങ്ങനെ പാഠ്യപദ്ധതിയിൽ ഒരു സമൂലമായ കാവ്യവൽക്കരണവും വർഗീയമായും വാണിജ്യവൽക്കരണവും ഒക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊരു വെറുമൊരു നയവ്യത്യാസം മാത്രമായി ഇതിനെ കാണാൻ സാധിക്കുകയില്ല. നേരത്തെ ഇവിടെ ജോർജ് സാർജ് സൂചിപ്പിച്ചതാണ് യാഥാർത്ഥ്യം. 1400 കോടി രൂപ കിട്ടുകയാണെങ്കിൽ അവസാന സമയമല്ലേ, ഇനി 6 മാസമാണുള്ളത്.
ഈ പഞ്ചായത്ത് ഇലക്ഷനും കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവിൽ യാതൊന്നുമില്ല. അതിലേക്ക് എന്തെങ്കിലും തുകകൾ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഓടിച്ചു പോകാമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ശിവൻകുട്ടിയും പിണറായി വിജയനും ചേർന്ന് BJPയുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു. കാരണം ഇന്നിവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ടായി, ഫണ്ട് വരട്ടെ, ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഫണ്ട് വന്നതിന് ശേഷം എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് വെച്ചാൽ ഫണ്ട് വരട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ടിന് വേണ്ടി 3 കാശിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരണത്തിന് വേണ്ടി RSSന്റെ തെട്ടൂരം നടപ്പിലാക്കുവാൻ വേണ്ടി അവിടെ കൊണ്ട് പണയപ്പെടുത്തുകയാണ് ലിജിൻ ചെയ്തിരിക്കുന്നത്. ശ്രീ സവാദി, ഫണ്ട് വരട്ടെ എന്നാണ് ഈ പറഞ്ഞ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത്. അത് ഫണ്ട് വേണം. നമുക്ക് നിശ്ചയമായും കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് അനിവാര്യമാണ്. പക്ഷേ ഇത്രയും മറ്റ് സംസ്ഥാനങ്ങൾ നമുക്ക് മാതൃകയാക്കണ്ടേ? തമിഴ്നാട് തൊട്ടടുത്തുണ്ട്. അവരിപ്പോഴും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് കേരളം കൊണ്ട് പൂർണ്ണമായിട്ടും ശിരസ് നമിച്ച് നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ. എന്നിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? നമുക്ക് സമയമുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. MOU ഒപ്പിട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ചർച്ചയാണ് സാർ? അതിലെന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? കേരളത്തിൽ 10 ലക്ഷത്തിലധികം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നത്, ഇപ്പോൾ പഠിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ തത്വാധിഷ്ഠിതമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ നയം ഒരു കാലത്തും ഒരു കാരണവശാലും അതിലൊരു മാറ്റവും വരില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എന്തുറപ്പാണ് അങ്ങ് നിങ്ങൾക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റുന്നത്? ഈ MOU നിങ്ങൾ ഒപ്പുവെച്ചു, ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നൽകില്ല, നടപ്പിലാക്കില്ല എന്ന് എന്തുറപ്പാണെന്ന്, എന്തുറപ്പിന്റെ ധൈര്യത്തിലാണ് അങ്ങ് ഈ പറയുന്നത്? അല്ല, പറയട്ടെ, ഇന്ത്യയിൽ 14,500 സ്കൂളുകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 27,360 കോടി രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ. അതിൽ ഒരു വിദ്യാലയത്തിന് 1,10,00,000 രൂപയാണ് നൽകപ്പെടുന്നത്. 60% കേന്ദ്രവും 40% സംസ്ഥാന വിഹിതവുമാണ്. അതിന് പ്രധാനമായി പറയുന്നത് സമഗ്ര ശിക്ഷ അഭിയാനാണ് ഇതിൻ്റെ മേൽനോട്ടം. അതിൽ സ്വന്തം കെട്ടിടമുണ്ടാകണം. അല്ലല്ല, ഇതൊക്കെ പദ്ധതിയുടെ ഇതൊക്കെ പദ്ധതിയുടെ വിശദാംശങ്ങൾ. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇതൊന്നുമല്ല. അല്ലല്ല, നമ്മുടെ പോയിന്റ് അതല്ല. നമുക്ക് പദ്ധതിയെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മുടെ മുൻപിലുണ്ട്, അത് ഈ പാനലിലുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ ചോദിച്ചത് പദ്ധതിയുടെ വിശദാംശങ്ങളല്ല. ഈ 3 വർഷം നിങ്ങൾ കൃത്യമായി ഇതിനെ എതിർത്തു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 2024 കേട്ടോ ആദ്യത്തെ ലെറ്റർ അങ്ങോട്ട് അയക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ നിലപാടങ്ങ് മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനം ഫണ്ടാണ് പ്രധാനം, നയമല്ല പ്രധാനം. നേരെ മറിച്ച് ഈ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന അതേ വ്യക്തികളാണ്, അതായത് സംഘപരിവാർ BJP അജണ്ട നടപ്പിലാക്കാൻ അവരുടെ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന മുറവിളി കൂട്ടിയ അതേ CPM ആണ് ഇപ്പോൾ കണ്ണും പൂട്ടി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അതെന്ത് നയത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് ചോദ്യം. ഒരു നിലപാടിലും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇന്നും ഒരല്പസമയം മുൻപ് വരെയും എല്ലാ നേതാക്കളും എല്ലാ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ മുന്നണിയും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSSന്റെ തിട്ടൂരങ്ങളെ അവർ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസ തന്ത്രത്തെ കേരളത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കില്ല. എന്റെ ചോദ്യം അതാണ്. അല്ല സാർ, അവിടെയാണ് ചോദ്യം. അത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങും പറയുന്നത് അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല? നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തൂല്ലേ? MOU നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു, അതിനുശേഷം ഇതാ ഞങ്ങളത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതാണ് പറയുന്നത്. മുടങ്ങിക്കിടക്കുന്ന SSA ഫണ്ട് 1,500 കോടിയോളം രൂപ വരും. 1,500 കോടിയോളം രൂപ തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് നിയമപരമായി മുന്നോട്ട് പോകണം സാർ. ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഫണ്ട് ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലേ? അതിനെതിരെ തമിഴ്നാട് സർക്കാർ കാണിച്ച ആർജവത്തിന്റെ പകുതി ശതമാനം പോലും നിങ്ങൾക്കില്ലേ? അതാണല്ലോ പറഞ്ഞു വരുന്നത്. അതിനെതിരെ ധാർമ്മികമായും രാഷ്ട്രീയമായും ജനാധിപത്യപരമായും നിയമപരമായും എല്ലാ വഴികളിലൂടെയും സർക്കാരും ഇടതുപക്ഷവും മുന്നോട്ട് പോകും. ഒരു തർക്കവും വേണ്ട.
അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എവിടെ പ്രഖ്യാപിച്ചു? അതൊന്നുമല്ല അങ്ങ് പറയുന്നത്. അല്ലല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരമല്ല അങ്ങ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ഈ നിമിഷം വരെയും അതിനെതിരെ വി ശിവൻകുട്ടി ഡൽഹിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളിതാ നിയമ പോരാട്ടം തുടരുകയാണ്. എവിടെ തുടങ്ങി? ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് അവർക്ക് നേർക്ക് തൊട്ടടുത്തിരുന്ന് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതാണോ നിയമ പോരാട്ടം? എന്നിട്ട് ഞങ്ങളിതാ സങ്കുചിതമായല്ല, ഞങ്ങൾ വിശാലമായി നോക്കി കാണുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് സാർ ഉള്ളത്? നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത്? ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമല്ലോ. ഇനി എന്ത് വിശദാംശം സാർ? ഇത് വളരെ എല്ലാവർക്കും അറിവുള്ളതാണ്. അതായത് MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും. അങ്ങനെ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഞങ്ങൾ ഫണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. ഇനി എന്ത് വിശദമാക്കാൻ? ഇനി എന്ത് ചർച്ച? എന്ത് എക്സിക്യൂട്ടീവ്? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. NEP അംഗീകരിക്കുക, അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അത് പറഞ്ഞാൽ പോരെ? ഒരിക്കലുമല്ല. അതിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരുമല്ലോ. ശരി, ഇനി എന്ത് കാര്യമാണ് പുറത്ത് വരേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, തീർന്നില്ല. ബി ജെ പി പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കേരളത്തിലെ സ്കൂളുകൾ രാജ്യത്തിനാകമാനം മാതൃകയായി നിലനിൽക്കുകയാണ്. രാജ്യത്ത് 1-ാം നമ്പർ തന്നെയാണ് വിദ്യാഭ്യാസ രംഗം. എല്ലാ രംഗങ്ങളും 1-ാം നമ്പറാണ്. ആർക്കും ഒരു തർക്കവുമില്ല. മറ്റ് വ്യാജമായ പ്രചാരണങ്ങളാണ് BJPയും കോൺഗ്രസും എല്ലാം എപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എന്തായാലും അവർ നിങ്ങളെ എതിർക്കാൻ സാധ്യതയില്ല. കാരണം അവർ എന്താണോ ആഗ്രഹിച്ചത് അതെന്തായാലും പിണറായി വിജയൻ സർക്കാർ ഇവിടെ നടത്തി കൊടുത്തു. അതിൽ അഭിനന്ദനം അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഞാൻ വരാം. ജോമോൻ, എന്റെ ചോദ്യം, ഈ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഈ ഫണ്ട് തടഞ്ഞു വെക്കുക എന്നുള്ളൊരു നയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് നിങ്ങൾ മാനദണ്ഡമായി വെച്ചത് ഈ പറഞ്ഞതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ മാത്രമേ ഫണ്ട് റിലീസ് ചെയ്യൂ എന്നൊരു നിലപാടിലേക്ക് പോകുന്നത് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഉചിതമാണോ? ഭീഷണിപ്പെടുത്തി നൽകുന്നതിന് തുല്യമല്ലേ? പറയൂ. അല്ല ജിതിനെ, ഞാൻ ചോദിക്കട്ടെ, PM ശ്രീ ഒപ്പിടാതെ എങ്ങനെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ട് കൈമാറാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ആടിന്റെ ഷെഡ് വെക്കാൻ അല്ലെങ്കിൽ ആടിന് കൂട് പണിയാൻ നിങ്ങൾക്ക് പൈസ തരുന്നു. നിങ്ങൾ പറയുന്നു ആടിന് ഞാൻ കൂട് പണിയില്ല, എനിക്ക് പകരം 72,000 രൂപ എനിക്ക് പേഴ്സണൽ ആവശ്യത്തിന് കുട്ടിക്ക് ഫീസ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഫണ്ട് മേടിച്ചിട്ട് ആടിന് കൂട് പണിയാതിരുന്നാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ? അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ക്രമീകരണമില്ലേ? ഇത് ഒപ്പിടാൻ നിങ്ങൾക്ക് എങ്ങനെ പണം തരാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണ് തമിഴ്നാട് അവർ നിയമപോരാട്ടം നടത്തി ഫണ്ട് മേടിച്ചെടുത്തുന്നത്. ശുദ്ധ അസംബന്ധം ഒരു ചാനലിൽ എന്ന് പറയാൻ കഴിയുമോ? അവർ നിയമപരമായിട്ട് എന്ത് നടത്തിയാലും ഈ ഫണ്ട് കൊടുക്കാൻ കഴിയില്ല. ഈ ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കണ്ടേ, ഒപ്പിടണ്ടേ? ഒരു ക്രമീകരണം ഇല്ലാതെ ഫണ്ട് കൈമാറാൻ കഴിയുമോ? കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അദ്ദേഹം പറയുന്നു, CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പ്രതിനിധി പറയുന്നു കേരളത്തിലെ എല്ലാ സ്കൂളുകളും വളരെ ഉന്നത നിലവാരത്തിലാണെന്ന് പറയുന്നത്. ഇവിടെ 2 സ്കൂളിൽ തൊട്ടടുത്ത് കുട്ടികൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. ആലപ്പുഴയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു, വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു. സ്കൂളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഒരു കുട്ടി തൊട്ടടുത്ത് മരിച്ചു. സ്കൂളില്ലാത്ത ദിവസം ഒരു സ്കൂൾ മുഴുവൻ ഇടിഞ്ഞു വീണു. എന്തോ വലിയ ദൈവഭാഗ്യം കൊണ്ട് അന്ന് സ്കൂൾ ഇല്ലാതിരുന്നോണ്ട് ആ കുട്ടികൾ മരിക്കാതെ രക്ഷപ്പെട്ടു. എത്ര സംഭവങ്ങൾ ഈ അടുത്ത് തന്നെ നമ്മൾ കേട്ടു. ഏത് സ്കൂളാണ് നിങ്ങൾ പറയുന്ന ലോകോത്തര നിലവാരമുള്ളതെന്ന് ഒന്ന് കാണിച്ചു തന്നാൽ കൊള്ളായിരുന്നു. ഇവിടെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഇത്രയും നല്ലൊരു പദ്ധതി കഴിഞ്ഞ കാലങ്ങളിൽ വൈകിച്ചതുകൊണ്ട് 663 കോടി രൂപ കേരളത്തിന് കുട്ടികളോട് നിങ്ങൾ മാപ്പ് പറയണം. ഇപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ വിദ്യാഭ്യാസ നയം മാറുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആർക്കും വേണ്ടാത്ത കുറെ ചരിത്രം, കുട്ടികൾക്ക് വിരത്തുമ്പിൽ കിട്ടാവുന്ന കുറെ ചരിത്രമൊക്കെ പഠിച്ച് ഇപ്പൊ നമുക്കറിയാം ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന മലയാളികളെയൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണം. 6 മാസം 8 മാസത്തെ കോഴ്സൊക്കെ പഠിച്ചു വരുന്ന, പ്രത്യേക കോഴ്സുകൾ പഠിച്ചു വരുന്ന ആളുകൾക്ക് ഇന്ത്യൻ മണി 2-3 ലക്ഷം രൂപയുടെ ശമ്പളം മറ്റ് ഫിലിപ്പീൻസ് പോലെയുള്ള അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയുള്ള നാട്ടിലെ ആളുകൾക്ക് കിട്ടുമ്പോൾ ഇവിടെ എത്ര വലിയ ഡിഗ്രി എടുത്തിട്ട് പോയാലും നമ്മുടെ ആളുകൾക്ക് ആ ശമ്പളം കിട്ടുന്നില്ല. കാരണം എന്തെന്നറിയുമോ? നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ചരിത്രമൊക്കെ പഠിച്ച് നമ്മൾ ഇതിന്റെ പിന്നിൽ സമയം കളയുകയാണ്. കൃത്യമായി ആവശ്യമുള്ളവർക്ക് ചരിത്രം മാത്രം എടുത്ത് ചരിത്രം ആവശ്യമില്ലാത്തതാണോ ജോമോൻ? അതോ ഈ കോവിഡിന്റെ സമയത്ത് കൊറോണ വൈറസിനെ തകർക്കാൻ ഓടിക്കാൻ വേണ്ടി പാത്രം കൊട്ടിയതും മെഴുകുതിരി കത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാണോ ചരിത്രം? എന്നാണോ വിദ്യാഭ്യാസം വേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി 2 വട്ടം ലൈറ്റ് ഓഫ് ചെയ്തത് മന്ത്രിമാരും. ആർക്കാണ്? അല്ല, പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തു. ഇവിടുത്തെ മുഖ്യമന്ത്രി 2 വട്ടം ലൈറ്റ് ഓഫ് ചെയ്തു.
അതുമായി ബന്ധപ്പെട്ട ആ വിഷയം ആളുകൾ അത് പഠിക്കട്ടെ. ചരിത്രത്തിൽ PhD എടുക്കുന്നവർ ചരിത്രത്തെ കുറിച്ച് പഠിക്കട്ടെ. നമ്മളെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ആവശ്യമില്ലാത്ത ചരിത്രമെല്ലാം കുത്തിക്കയറ്റി കുട്ടികൾക്ക് ഓവർ സ്ട്രെസ് കൊടുത്ത് എന്തിനാണത്? ആവശ്യമില്ലാത്ത ചരിത്രം കുട്ടികളുടെ പഠനത്തിൽ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് അഭിപ്രായം. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കട്ടെ. നമ്മൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ചരിത്രത്തെ കുറിച്ചുള്ള എസ്ഐകളൊക്കെ വെറുതെ 3-4 ദിവസമൊക്കെ കാണാതിരുന്ന് പഠിച്ച് കുട്ടികൾ പഠിക്കുന്നവർ ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സമയങ്ങൾ കണ്ടെത്തട്ടെ. അതിലവർ PhD എടുക്കട്ടെ. ശരി. അവസാനമായി ശ്രീ പ്രൊഫസർ എ ജി ജോർജ് രണ്ടുപേരും പറയുന്നത് LDFന്റെ വാദം ഞങ്ങൾ RSSന്റെ തിട്ടൂറും അനുസരിച്ച് ഇവിടെ ഒന്നും നടപ്പിലാക്കില്ല, നേരെ മറിച്ച് ചരിത്രത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് BJP. പ്രൊഫസർ എ ജി ജോർജ്. ഇതിനകത്ത് ഈ നടപ്പാക്കില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞതിനേക്കാളൊക്കെ ബഹുദൂരം മുന്നോട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു ഞാൻ ഇങ്ങനെ അനുമാനിക്കുന്നു, സംഗതികളൊക്കെ പുറത്തു വരട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. കാരണം ചോദിക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് ഉത്തരം പറയാനില്ല. ഞാൻ സംഗതി വശാൽ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു, അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണോ അതോ LDFന്റെ പ്രതിനിധിയാണോ എന്ന് അതെനിക്ക് വ്യക്തമല്ല. CPIന്റെ പ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ പോരാ. LDFന്റെ പ്രതിനിധിയാകാൻ അദ്ദേഹത്തിന് യോഗ്യതയുമില്ല. കാരണം LDFിൽ തന്നെ ഇതിനെക്കുറിച്ച് രേഖാഭിപ്രായം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകോപന സമിതി കൂടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന് LDFന്റെ കാര്യവും പറയാൻ ഒക്കത്തില്ല, CPMന്റെ കാര്യവും പറയാൻ ഒക്കാത്ത ഒരു വൈതരണിയിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചില സൈദ്ധാന്തികമായ സമീപനം. അത് പോകട്ടെ. രണ്ടാമത്തെ കാര്യം ഇവിടെ ചരിത്രം പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട ജോമോൻ ചക്കാലക്കലിനോട് പേര് പറഞ്ഞു ചോദിക്കുന്നു. അങ്ങ് ഇതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് 8 ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞാൻ ധാരാളം ഇത് വായിക്കാനും ഇതിനെ സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുക്കാനും ഒരു അവസരം കിട്ടിയ ആളാണ്. 8 ലക്ഷ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തേത് അങ്ങൊന്ന് പോയി വായിക്കണം. ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റുഡന്റ്. അങ്ങ് നന്നായി വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് എന്റെ വിചാരം. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്ലംബിംഗ് ജോലി പഠിച്ച് ഒരു ഇലക്ട്രിക്കൽ ജോലി പഠിച്ചിട്ട് ഗൾഫിൽ പോയി 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നതല്ല എന്റെ സുഹൃത്തെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയാണെന്ന് നിങ്ങളുടെ തന്നെ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതായിട്ടുള്ള 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്റെ ഡോക്യുമെന്റ് ശരി. എന്തായാലും 1500 കോടിക്ക് വേണ്ടി കേന്ദ്രത്തിന് മുന്നിൽ അടിയറവ് വച്ചിരിക്കുന്ന പിണറായി സർക്കാരിനോട് പറയാനുള്ളത് ഇത്രമാത്രം. നയവ്യതിയാനമാകാം, പക്ഷെ പണത്തിന് വേണ്ടി ഇത്രയും അധികം നയവ്യതിയാനം ഒരിക്കലും കേരള സമൂഹം അംഗീകരിക്കില്ല എന്നുള്ളതാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് KV അഭിലാഷ്, ശ്രീ സബാത്ത് മടവൂരാൻ, ജോമോൻ ചക്കാലക്കൽ, പ്രൊഫസർ AG ജോർജ്. ചർച്ച പൂർണ്ണമാവുകയാണ്. ജയ് ഹിന്ദ്.